ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് പറമ്പിൽപ്പീടിക കുമ്മന്തോടി പാലത്തുമ്മലാണ്. ദൂരത്തേക്ക് ഇങ്ങോട്ട് ട്രിപ്പ് പോകാത്ത ചങ്കാളുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്തായാലും ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു പോയിന്റ് അവിടേക്ക് നമ്മൾ എത്തണം. അവിടേക്ക് എങ്ങനെ പോവാന്നല്ലേ, നമുക്ക് മെല്ലെ ഒന്ന് പോയി നോക്കിയാലോ. ഈ വാഴത്തോട്ടം കഴിഞ്ഞ് ആ ഒഴിഞ്ഞ ഭാഗത്ത് കാട്ട് നമ്മൾ പോണേ. ഇവിടൊക്കെ പോയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഞാൻ ക്രിസ്മസ് ലീവിൽ ദൂരത്തേക്കൊന്നും ട്രിപ്പ് പോയിട്ടില്ലേ. നമ്മളെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് മെല്ലെ അങ്ങനെ പോയി. പടിക്കൽ റോഡിന് കഷായപ്പടി കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെ കുമ്മന്തോടി പാലം. അവിടുന്ന് നമ്മളിങ്ങനെ വിട്ട് മൂച്ചിക്കലെത്തിട്ടോ. മൂച്ചിക്കലെത്തുമ്പോൾ ഈ വലിയ വീട് നമ്മൾ മനസ്സിൽ കാണും. ഈ വീട് കഴിഞ്ഞിട്ട് നമ്മളെ ചെറിയൊരു ഹോട്ടലുണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ റോഡ് വരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ പോത്തുകളൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് നല്ല മഴക്കാലായിരുന്നു. അപ്പൊ ഇവിടെ കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലത്തിട്ടോ, ഇത് ഒരുപാട് ആളുകൾ കണ്ട സ്ഥലം തന്നെയാണ്. പക്ഷെ കാണാത്തവർക്ക് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴും അവിടെ നല്ല പച്ചപ്പ് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വന്നെന്ന് ഈ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റാത്ത അത്രയും വെള്ളം ഉണ്ടായിനി. ഞാൻ ഇറങ്ങിയ കുറച്ച് കമ്മൽപ്പൂവൊക്കെ പറിച്ചതാ. ഒന്നുമില്ല, വെറുതെ രസത്തിന് വേണ്ടി. ഇനി നമുക്ക് ഇതിന്റെ മറ്റു ഭാഗങ്ങളൊന്ന് കണ്ടോക്കിയാലോ. നമ്മൾ വന്നപ്പോ ഒരു 3:30 സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല വെയിലുണ്ടേനി. ഇവിടെ കുറച്ച് കുട്ടികൾ വന്നാണ്, നമ്മളെപ്പോലെ കാണാൻ വന്നതായിരിക്കും. വൈകുന്നേരമാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കേക്കരം. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവിടെ ചെറിയൊരു തട്ടുകടെങ്കിലും വേണമായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഉപ്പിലിട്ടത്, മുട്ടായികള്, അങ്ങനത്തെ ഒക്കെ വേണമായിരുന്നില്ലേ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? നിങ്ങൾക്ക് ഇഷ്ടായോ? നമ്മൾ വന്ന ആ കുമ്മന്തോടി പാലല്ലേ, ആ പാലത്തിന്റെ ഏരിയ കാട്ടോ ഞാൻ ക്യാമറ കാണിക്കുന്നത്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടുന്ന് മനസ്സിലാവണില്ല. ഇവിടെ ഒരു കാര്യം എനിക്ക് ഭയങ്കര വിഷമായിട്ടോ. ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഒരു നെയ്യ് പോലെ തോന്നുക. വെറുതെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കാന്ന് കരുതീനി, പക്ഷെ മനസ്സ് സമ്മതിക്കണില്ല. എന്തുകൊണ്ട് ഈ വെള്ളത്തിന് ഇങ്ങനെ നെയ്യ് പോലെ തോന്നിക്കണേ? ഇവിടേക്ക് ഏതെങ്കിലും വേസ്റ്റ് വെള്ളം ഒഴുക്കി വിടണ്ടാ? ആ വെള്ളത്തിലുള്ളൊരു നെയ്യ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ഡക്കാത്തലോണില് പോയിനു. ആ ഏരിയയിലുള്ള വെള്ളവും ഞാൻ ശ്രദ്ധിച്ചിനി. അത് ഇതുപോലൊന്നുമല്ല, ഭയങ്കര നെയ്യാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുറച്ച് വരികളാണ് കേട്ടോ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? ഈ വീഡിയോ ആയിട്ട് നല്ല മാച്ച് തോന്നുന്നുണ്ടല്ലേ. വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. വെള്ളം എങ്ങനെയായാലും പച്ചപ്പ് കാണുമ്പോൾ മനസ്സിന് സമാധാനമാണല്ലേ. ഇവിടെ കുറച്ചുകൂടെ ഇങ്ങനെ നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് ആ ഭാഗങ്ങളൂടെ ഒന്ന് പോയോക്കാം. നല്ല വെയിലുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ദൂരത്തേക്കൊന്നും പോണില്ല. ഈ ഭാഗം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. എൻ്റെ കൂടെ ട്രിപ്പിന് പോന്നേ നൈസു കാണേണ്ട സ്ഥലത്തെപ്പോത്തിന് ഓൻ ഉറങ്ങിപ്പോയി. ഓനുറങ്ങിയത് നന്നായിട്ടോ, അല്ലെങ്കിൽ ഈ വെള്ളത്തിലൊക്കെ ഓനക്ക് കൈയും കാലും ഇടേണ്ടി വരും. ദാ ഇവിടുത്തെ വെള്ളത്തിന് കുറച്ചൊരു വൃത്തിയുണ്ട്, വെറുതെ ഇറങ്ങി വെക്കാം. ഇതിൽ മീനുകളൊന്നും കാണില്ല. കമ്മൽപ്പൂ ഇങ്ങനെ പൂത്ത് നിൽക്കണ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലേ. വെള്ളത്തിൽ കളിക്കാൻ നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. തൊടരുതെന്ന് കരുതിയ വെള്ളം ഞാൻ ഒന്ന് തൊട്ടോക്കിപ്പോയി. അത് കുഴപ്പമില്ല. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. നമുക്കിനി തിരിച്ചു പോയാലോ. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളോട് ഒരുക്കണമെന്നില്ലേ. പിന്നെ ഞങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ വെള്ളത്തിൽ നെയ്യ് കെട്ടിക്കണ അവസ്ഥ. ഇത് വെള്ളത്തിൻ്റെ ഒരു പ്രതിഭാസമാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മലിനജലം ഒഴുക്കി വിടുന്ന പോലെയാണ്. ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് കമ്മൽപ്പൂക്കളൊക്കെ പറിച്ചിട്ടോ. കാര്യമൊന്നുമില്ലെങ്കിലും ഈ പൂക്കൾ കണ്ടാ പറിക്കാൻ നല്ല ഇഷ്ടമല്ലേ. പറിക്കുന്നതിൻ്റെ ഇടയിൽ മിസ്സിനോട് നല്ല ചീത്തയായിട്ടാണ് പറിക്കൽ നിർത്തിപ്പോകുന്നത്. ഞാൻ പറിച്ച കമ്മൽപ്പൂ നിങ്ങൾ എൻ്റെ കയ്യിൽ കണ്ടില്ലേ. ഇവിടെ നമ്മൾ ഇത്രയും നടന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് പോലും കണ്ടെത്താനായില്ല. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.